ജോലി വാഗ്ദാനം ചെയ്ത് പൈസ തട്ടുന്ന പുതിയ രീതി. ഇടുക്കി സ്വദേശിയായ യുവാവിന് നഷ്ടപ്പെട്ടത് 28,000 രൂപ. കളക്ടറുടെയൊക്കെ പേര് പറഞ്ഞാണ് ഇദ്ദേഹം ജോലി വാഗ്ദാനം നൽകിയത്. തട്ടിപ്പ് നടത്തിയ ആളെ നമ്മുടെ സ്ക്രീനിൽ കാണാം. താടി വെച്ച് മുണ്ടെടുത്ത ആളാണ് ഇദ്ദേഹം. ഒരു വിശ്വസനീയമായ രീതിയിൽ മാസങ്ങളായി ഇവരുമായി വളരെ അടുപ്പത്തിൽ വളരെ നല്ലൊരു രീതിയിലുള്ള ബന്ധം പുലർത്തിയിരുന്നു. ആ ഒരു വിശ്വാസത്തിലെടുത്തതിനു ശേഷമാണ് ഇതുപോലുള്ള തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പിനിരയായ യുവാവ് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. ഇവിടെ വെച്ച് നന്മ 24-നോട് ഈ തട്ടിപ്പിനിരയായ യുവാവ് പ്രതികരിച്ചത് നമ്മളെല്ലാവരും ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. ഇതുപോലുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മൾക്കും എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. ഏതായാലും യുവാവിൻ്റെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. അത് ഞാൻ ഒരു ജോലി ഓഫറുമായിട്ട് വന്നായിരുന്നു. ഇവിടെ വന്ന് കളക്ട്രേറ്റ് വന്ന സമയത്ത് എനിക്ക് പരിചയമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് ഇടപെട്ടത് ശിവൻ എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളി തൃശ്ശൂർ പോട്ടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം നമുക്കിവിടെ പിയൂണായിട്ട് BSNL പിയൂൺ ജോലിയായിട്ട് പുള്ളി റെഡിയാക്കി തരാം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം പിയൂൺ ജോലിക്ക് പുള്ളി തന്നെ പൈസ മുടക്കിക്കോളാം. പുള്ളിക്ക് ഇച്ചിരി ഒരു 1,22,000 രൂപ വരെ ആയി. 1.5 ലക്ഷം രൂപ കൊടുക്കണം. അതിനകത്ത് പുള്ളി തന്നെ പൈസ മുടക്കിക്കൊള്ളാം എന്ന് ആദ്യമേ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ മുടക്കിക്കൊള്ളാം എന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു 22,000 രൂപ കുറവുണ്ട്, അതെങ്ങനെയും അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ, പരിശ്രമിക്കാം, നമുക്ക് വേണ്ടി ഇത്രയും കാര്യം ചെയ്യുന്നതല്ലേ, അന്നേരം അങ്ങനെ ശ്രമിക്കാമെന്ന് വെച്ചു. അപ്പം ഞാനിങ്ങനെ നമ്മുടെ അയൽക്കൂട്ടത്തിൽ അന്വേഷിച്ചു. അങ്ങനെ ഒരു 28,000 രൂപ ഞാൻ ഒപ്പിച്ച് കൊണ്ടുവന്നു. ഇവിടെ വന്നു. രാവിലെ 5 മണിയായപ്പോൾ ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് പോന്നതാണ്. അപ്പോൾ 5 മണിയായപ്പോൾ പുള്ളിക്കാരൻ തന്നെ വിളിച്ചായിരുന്നു, പോന്നോ എവിടെയാണെന്ന് ചോദിച്ചു. പുള്ളി ഗുരുവായൂർ എന്നാണ് പറഞ്ഞത്. ഗുരുവായൂരിൽ നിന്ന് 8 മണിയാകുമ്പോൾ പുറപ്പെടുമെന്നാണ് പറഞ്ഞത്. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ കണ്ടുമുട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്പലത്തിന്റെ ഇല്ല, അങ്ങനെയല്ല പറഞ്ഞ, എന്തോ ഒരു ചേംബറോ, ആ ചേംബറിന്റെ അങ്ങോട്ട് വരാനാണ്. വിളിച്ചു വരുത്തി കഴിഞ്ഞ് വീട് കുട്ടിക്കാനതാണ്. 5 മണി 5:10 മണിക്ക് എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? ഇവിടെ ഞങ്ങൾ 8:15 എത്തി. ഒരു 9 മണി ആ ഒരു സമയത്ത് 9 മണി 9:15 ആ ഒരു സമയത്താണ് സംഭവിച്ചത്. അപ്പോൾ അത് നിങ്ങൾ നേരത്തെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചതുകൊണ്ട് അത്ര വിശ്വാസമായി പോയി. നമുക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മടങ്ങാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിശ്വസിച്ചു. അതുപോലെ തന്നെയാണെങ്കിൽ 15-ാം തീയതി ഇവിടെ ജോലിക്ക് കയറാം, BSNL കയറാം. അവിടെ കയറി കഴിഞ്ഞാലും പുള്ളിയുടെ വീട്ടിൽ നിന്ന് അവിടുന്ന് നമുക്ക് അവിടെ നീ സ്റ്റേ ചെയ്താൽ മതി, വേറെ റൂമൊന്നും എടുക്കണ്ട. അങ്ങനെയൊക്കെ ഈ എമൗണ്ട് കൊടുത്തപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഈ പുള്ളി ഈ 1.20 എൻ്റെ കയ്യിൽ തന്നായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഈ നിങ്ങളുടെ എമൗണ്ട് 28,000 രൂപ വാങ്ങിയിട്ട് ഈ പൈസ കൊണ്ടുവന്നായിരുന്നു. അത് ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുക്കട്ടെ, നിൻ്റെ ആ ഫോട്ടോസ്റ്റാറ്റൊക്കെ ഇങ്ങനെ തന്നേരെ. അത് ഞാൻ അവിടെ പോയി ഒന്ന് സംസാരിച്ചെല്ലാം റെഡിയാക്കി വരുമ്പോൾ നീ പോയി എല്ലാം ഒരു 6 കോപ്പി വീതം എടുത്തിട്ട് വരണമെന്ന്. 6 കോപ്പി എടുക്കാൻ വന്നപ്പോഴാണ് എനിക്കൊരു സംശയം പോലെ തോന്നിയത്. പോയ പോക്കിന് തന്നെ ഞാനൊരു ഫോട്ടോ എടുത്തായിരുന്നു. ഫോട്ടോയും അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റായിട്ട് ഒരു പുള്ളിക്കാരൻ, അവിടുത്തെ ഉദ്യോഗസ്ഥന് പൈസ മേടിക്കില്ല, അതുകൊണ്ട് പുള്ളിക്ക് 2 ഷർട്ടും 2 മുണ്ടും വാങ്ങിയിട്ട് വരണമെന്ന് പറഞ്ഞു. പൈസ കൊടുക്കാൻ പോകുന്ന ജോലി തരാവുന്ന ആ പുള്ളിക്കല്ല, അവിടെ ജോലി ചെയ്യുന്ന അഗസ്റ്റിൻ എന്ന് പറയുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അഗസ്റ്റിൻ എന്നാണ് പേര്. വന്നയാളുടെ പേര് ശിവ എന്നാണ്. തിരുമേനിന്ന് വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ശിവൻ. ഈ പുള്ളിക്കാരൻ BSNL ഓഫീസിൽ ജോലി ചെയ്യുന്ന പുള്ളിക്കാണ് ഈ പറഞ്ഞ 2 മുണ്ടും. പുള്ളി പൈസ മേടിക്കുകയല്ല. ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ ചോദിച്ചു, ഞാൻ തിരുമേനിക്ക് പൈസ ഞാൻ തന്നു തീർത്തോളാന്ന് പറഞ്ഞു. വേണ്ട, നീ പൈസയൊന്നും തന്നു തീർക്കണ്ട, നീ എനിക്കൊരു മോനെ പോലെയാ, പൈസയുടെ ഒന്നും നീ ഒന്ന് ഓർത്ത് ടെൻഷൻ ആണ്ട, ഞാൻ പൈസ നിനക്കായിട്ട് തരുന്നതാ. ഞാൻ ഇങ്ങനെ ഓരോരോ പേരെ സഹായിക്കുന്നുണ്ട്, അതുകൊണ്ട്
നീ അത് കാര്യമാക്കണ്ട. ശരി ശരി. അങ്ങനെ 28,000 രൂപ നമുക്ക് പുള്ളിയുടെ അടുത്ത് കൊടുത്തു അല്ലേ? ശരി. അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങളുടെ അടുത്ത് എന്തൊരു കവർ എന്ന് പറഞ്ഞില്ലേ? ആ കവർ തന്നു. അതിനകത്ത് നിറച്ച് ലോട്ടറി ടിക്കറ്റ് ആയിരുന്നു. അതിനകത്ത് എത്ര വേണ്ടെന്ന് പറഞ്ഞു? 1,22,000 രൂപ ഉണ്ടെന്നും പറഞ്ഞു. ഏതാ കവറിൽ 1,22,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെ എന്ന് വെച്ചിട്ട് എന്നെ ഫാദറിനെയും കൂടെ ആയിരുന്നു. ഫാദറിനെ എൻ്റെ ഫോട്ടോസ്റ്റാറ്റും അതുപോലെ തന്നെ ഫോട്ടോയും എടുക്കണം, പാസ്പോർട്ട് സൈസ്. അതുപോലെ തന്നെ എന്നോട് ആണെങ്കിലും ഞാൻ താടി വെച്ച് കൊണ്ടിരുന്ന ആളാണ്. താടി ക്ലീൻ ഷേവ് ചെയ്യണം, ജോലി കയറുമ്പം അവരതെല്ലാം ശ്രദ്ധിക്കും. അങ്ങനെ വരെ ചെയ്തു. അങ്ങനെ അവര് പറഞ്ഞു. ശരി. എന്നിട്ട് നിങ്ങളുടെ കവറിനകത്ത് എന്തായിരുന്നു? കവറിനകത്ത് ലോട്ടറി ടിക്കറ്റ് ആയിരുന്നു. ഈ 1,20,000 രൂപ വ്യാജേന നിങ്ങൾക്ക്. ഞാൻ അപ്പം നോക്കിയില്ല, അതൊരു മണ്ടത്തരമായിരുന്നു ഞാൻ. ശരി. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ പറഞ്ഞു 1,20,000 രൂപ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ലോട്ടറി ടിക്കറ്റ് ആണ് അതിന് കവറിൽ തന്നത് അല്ലേ? എനിക്ക് പുള്ളി ഇങ്ങനെ. എന്നിട്ട് നിങ്ങൾക്ക് അപ്പോഴേ ഈ സംശയം തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇത് പോയപ്പോഴേ ഇത് ഈ കളക്ടറുടെ കയ്യിൽ കൊടുക്കണമെന്നല്ലായിരുന്നു ആദ്യമേ പറഞ്ഞത്. കളക്ടറുടെ കയ്യിൽ കൊടുക്കണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ BSNL ജോലി ചെയ്യുന്ന ആൾക്ക് കൊടുക്കണമെന്നായിരുന്നു പറഞ്ഞത്. കളക്ടറുടെ കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ പുള്ളി പൈസ തന്നല്ലോ. കളക്ടർക്ക് എങ്ങനെയാ പൈസ കൊടുക്കേണ്ടത്? അങ്ങനെ ഒരു എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ സംശയം തോന്നി. പോയ പോക്കിന് തന്നെ ഞാൻ ഫോൺ തിരിച്ചു പിടിച്ച് 2-3 ഫോട്ടോ എടുത്തു. അതിനകത്ത് ഒരു ഫോട്ടോയ്ക്കകത്ത് പുള്ളിക്കാരൻ്റെ മുഖം വ്യക്തമാണ്. അതുപോലെ ഞാൻ കൊടുത്തേക്കുന്ന ഗിഫ്റ്റ് ആണെങ്കിലും വ്യക്തമാണ്. ഒരു ജവിളി കവറിനകത്ത് ബോംബെ ടെക്സ്റ്റൈൽസിന്റെ. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാനായിട്ട് ഇപ്പോൾ സ്റ്റേഷൻ ഉണ്ടല്ലോ, നിങ്ങൾ എത്ര മണിക്ക് എവിടെ എത്തിയത്? ഞങ്ങളൊരു 10 മണി. 10 മണിയായപ്പോ അത് 8 മണിക്ക് സംഭവം നടക്കുന്നു അല്ലേ? അപേക്ഷയൊക്കെ എഴുതി കൊടുത്തേ, പരാതി എഴുതാൻ വേണ്ടി ഉണ്ടായിരുന്നു. ശരി. പരാതി എഴുതി അത് അങ്ങനെ നിങ്ങളിപ്പോ ഒരു 8 മണിക്ക് സംഭവം നടക്കുന്നു. ഇവിടെ നല്ല തിരക്കായിരുന്നു. ഒരു 10 മണിയായപ്പോഴത്തെ ഇവിടെ വരുന്നു അല്ലേ? വന്ന് നിങ്ങൾ പരാതി കൊടുത്തപ്പോ എന്താ പറഞ്ഞ? അവിടുന്ന് വെയിറ്റ് ചെയ്യാൻ വിളിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് എപ്പോഴാണ് വിളിച്ചത്? ഒരു 3/4 മണിക്കൂറോളം. 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വിളിക്കുന്നത് അല്ലേ? ശരി ശരി. അപ്പൊ നിങ്ങളുടെ അടിയന്തരമായിട്ട് ഒരു സാഹചര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കില്ല അവര്. കാരണം ഇങ്ങനെയുള്ളൊരു ആള് നിങ്ങളെ പറ്റിച്ച് പൈസ കൊണ്ട് പോകുമ്പോൾ ആളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട്. ഇവിടെ നല്ല തിരക്കുണ്ട്. പോലീസ് നമ്മൾ കണ്ടു, നല്ല തിരക്കുണ്ട്. ഒരുപാട് ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ ഇതൊരു അടിയന്തര സാഹചര്യത്തിൽ കണക്കാക്കി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഇപ്പം നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്താണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മറുപടി? എന്തായിരുന്നു? അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അല്ലേ? ഏതായാലും ഇങ്ങനെയുള്ള ഒരു നമ്മൾ ഇതേപോലെയുള്ള ചതിക്കുഴികൾ ഒരുപാട് കോടികൾ തന്നെ പോകുന്ന അവസ്ഥയുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. അതുപോലുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഒരു കാരണവശാലും ഇങ്ങനെ ഇതിലേക്ക് വരാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ ഗവൺമെൻറ്റും ബന്ധപ്പെട്ട അധികാരികളെല്ലാം ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളെ വിശ്വസിപ്പിക്കാവുന്ന രീതിയിൽ അത്രത്തോളം അടുത്തു നിങ്ങളുമല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് പോയത് അല്ലേ? അപ്പോൾ ഏതായാലും ഇങ്ങനെയുള്ള ചതിക്കുഴികളിലൊന്നും വരാതിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഏതായാലും നമ്മളിപ്പോൾ കാണുന്ന ആളുകളെല്ലാം ഇതുപോലെയുള്ള ഇപ്പം സൂചിപ്പിച്ചു, അദ്ദേഹത്തിന് ഒരുപാട് വിഷമമുണ്ട്, അദ്ദേഹത്തിനും അച്ഛനും ഉണ്ടായിരുന്നു. പക്ഷേ ഇതേപോലെ ഒരു ചതിക്കുഴിയാണെന്നുള്ളത് ഇവരത് മനസ്സിലാക്കിയില്ലായിരുന്നു. ഇതുപോലുള്ള സാഹചര്യങ്ങൾ പലതും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ മറ്റുള്ളവർ പെടാതിരിക്കുക. അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ മറ്റുള്ളവർക്ക് കൂടി വിവരങ്ങളൊന്നും എത്തിക്കുക കേട്ടോ. ഏതായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ള ആളുകൾ, നമ്മൾ ഇത് കാണുന്ന ആളുകളെല്ലാം പരമാവധി ഷെയർ ചെയ്ത് ഇതുപോലെയുള്ള ആൾക്കാരെ ഈ ഇദ്ദേഹത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒന്ന് സഹായിക്കുക. ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ, നന്മ 24.